നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ സന്തോഷങ്ങൾ തരുന്ന സാഹചര്യങ്ങൾ പോലും അംഗീകരിക്കുകയും അത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് നമ്മളിലും മറ്റുള്ളവരിലും പോസിറ്റിവിറ്റി പരക്കാൻ ഉപകരിക്കും. മറ്റുള്ളവരെ പറ്റി നല്ലത് പറയാനും പ്രോത്സാഹിപ്പിക്കാനുമുള്ള ഒരവസരവും നമുക്ക് ഇനി മുതൽ പാഴാക്കാതിരിക്കാം. മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. കുടുംബം, സുഹൃത്തുക്കൾ തുടങ്ങി നാം ഇടപെടുന്ന എല്ലാ സാഹചര്യങ്ങളിലും നമ്മളിൽ അറിഞ്ഞും അറിയാതെയും പല വ്യക്തികളും സ്വാധീനം ചെലുത്തുന്നുണ്ട്. ജീവിതത്തിൽ പോസിറ്റിവിറ്റി നിറയ്ക്കാൻ എന്തൊക്കെ ചെയ്യാം? മറ്റുള്ളവരിൽ നിന്നും നല്ല വാക്കുകൾ കേൾക്കാൻ ഇഷ്ടമില്ലാത്തവരായിട്ടുള്ളത് ആരാണുള്ളത്? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ മാനസികാവസ്ഥകളിൽ മറ്റുള്ളവരുടെ നല്ല വാക്കുകൾക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? എറിക് ബെൻ എന്ന മനോരോഗ വിദഗ്ധൻ തന്റെ വളരെ പ്രശസ്തമായ ദ ഗെയിംസ് പീപ്പിൾ പ്ലേ എന്ന പുസ്തകത്തിലൂടെ ജീവിതത്തിൽ വ്യക്തിബന്ധങ്ങളുടെ പ്രാധാന്യത്തെയും നല്ല ചിന്തകൾ എങ്ങനെ മാനസികാവസ്ഥകളെ സ്വാധീനിക്കുന്നുവെന്നും വിവരിക്കുന്നുണ്ട്. ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ രക്ഷിതാക്കളുടെ സാമീപ്യം, തലോടലൊക്കെയാണ് കുട്ടിയുടെ മാനസികാവസ്ഥയെ സ്വാധീനിക്കുന്നതെങ്കിൽ ബുദ്ധിപരമായ വികാസത്തോടെ വാക്കുകളിലൂടെയും ലഭിക്കുന്ന പരിഗണനയും പ്രോത്സാഹനവും ഒക്കെ വ്യക്തിയുടെ മാനസികാവസ്ഥയെ കാര്യമായി സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ കുടുംബ ബന്ധങ്ങളെയും ഭാര്യ ഭർത്തൃബന്ധത്തെയും ഔദ്യോഗിക ബന്ധങ്ങളെയും സാമൂഹിക ബന്ധങ്ങളെയും ഒക്കെ ദൃഢമാക്കുന്നതിൽ നല്ല ചിന്തകൾക്കും പ്രോത്സാഹനത്തിനും കാര്യമായ പങ്കുണ്ട്. ഓരോ ദിനവും നമ്മുടെ മനസ്സിനെ നല്ല നല്ല ചിന്തകളാൽ നിറയ്ക്കാം. ഹാവ് എ നൈസ് ഡേ.